എൻ്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഡയറക്ടർ ബ്ലെസ്സി സാറിനോടാണ്. ഞാൻ ഇരുന്നിട്ട് ചോദിക്കണോ നിന്നിട്ട് ചോദിക്കണോ എന്ന് എനിക്കറിയില്ല. കാരണം അത്ര റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു സംശയം ചോദിക്കുന്നത്. ഞാൻ സാറിൻ്റെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കുന്ന കാര്യമില്ല. ഞാൻ സാറിനോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൗ ആർ യു ട്രൈങ് ടു കൺസീവ് എ ഹ്യൂമൻ ഇമോഷൻ? ഒരു ഹ്യൂമൻ ഇമോഷൻ എടുത്തിട്ട് അതിനെ എങ്ങനെയാണ് സാർ ഇത്രയും നന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. ഞാൻ സാറിൻ്റെ തന്മാത്ര എന്ന് പറയുന്ന സിനിമ കണ്ട് കരഞ്ഞിട്ടുണ്ട്, കാഴ്ച, അതുപോലെ തന്നെ ഭ്രമരം എന്ന് പറയുന്ന സിനിമയൊക്കെയും. ഈ സിനിമകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്തുള്ള ഹ്യൂമൻ ഇമോഷൻസ് വെച്ചിട്ട് മാത്രം അത് എന്നും ഓർത്തിരിക്കുന്നുള്ളത് തന്നെയാണ് സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ സിനിമയിലോട്ട് വരുന്നതിന് മുമ്പ് ആടുജീവിത സിനിമയുടെ റിവ്യൂ കാണാനായിട്ട് വന്നായിരിക്കും നിങ്ങൾ. ഈ റിവ്യൂ പറയുന്ന സമയത്ത് എൻ്റെ കണ്ണ് നിറഞ്ഞാൽ അതല്ലെങ്കിൽ എൻ്റെ ചുണ്ടടറിയ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇതെൻ്റെ അഭിനയമാണെന്ന്. കാരണം എനിക്ക് പൃഥ്വിരാജിനെ പോലെ അഭിനയിക്കാനോ അല്ലെങ്കിൽ വെറുതെ പെട്ടെന്ന് കരയാനൊന്നും എനിക്ക് പറ്റില്ല. ഈ പടം നിങ്ങൾ കാണാൻ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു അവസ്ഥ ഞാൻ ഫസ്റ്റ് പറയാം. ഇന്ന് പെസക ആയതുകൊണ്ട് തന്നെ രാവിലെ 6 മണിക്ക് കുർബാനയ്ക്ക് പോയി കഴിഞ്ഞ് ഈ ഒരു ക്ഷീണം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണാണ്ട് പോയത്. പറയാലോ, ഒരു ക്ലാസിക് പടമാണ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുന്ന സമയത്തും ആ ക്ഷീണം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഒരു ക്ലാസിക് ആയിട്ടുള്ള സിനിമ അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്ന ഒരു സിനിമയായിട്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. സെക്കൻഡ് ഹാഫ് എത്തിയ സമയത്ത് എൻ്റെ ഉറക്കപ്പിച്ച് മൊത്തം പോയി എന്ന് പറയാം. എന്താ കാരണം? കണ്ണ് നിറഞ്ഞിട്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകിയിട്ട് ഈ ഉറക്കം എന്ന് പറയുന്ന ആ വികാരൻ്റെ മനസ്സിൽ നിന്ന് പോയി. മനസ്സിലായോ? ഞാൻ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞിട്ട് ഞാനൊരു പോൾ ഇട്ടായിരുന്നു. ഇപ്പോഴും ആ പോൾ കിടക്കുന്നുണ്ട് കമ്മ്യൂണിറ്റി ടാബിനകത്ത്. ഈ പടം എങ്ങനെയുണ്ട്, ഒരു ആവറേജ് ആണോ അടിപൊളിയാണോ എന്നുള്ളൊരു കാര്യം ഞാൻ ചോദിച്ചായിരുന്നു. നമ്മുടെ നജീബിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പടം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ഒരു നജീബിൻ്റെ ഒരു വിഷ്വൽ എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊക്കം കുറഞ്ഞ വളരെ ഷോർട്ടായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ നജീബ് എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ ആ സ്ഥാനത്ത് വലിയൊരു മനുഷ്യൻ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, പൃഥ്വിരാജിനെ പോലെ നല്ല പൊക്കവും മണ്ണൊക്കെയുള്ള ഒരു മനുഷ്യൻ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, പൃഥ്വിരാജിന് ഈ സിനിമയുടെ തുടക്ക ഭാഗത്ത് നല്ല വണ്ണമാണ്. അദ്ദേഹത്തിൻ്റെ വെയിറ്റ് കൂട്ടിക്കുന്നതിനെ പറ്റിയൊക്കെ നിങ്ങൾ ന്യൂസും മറ്റൊക്കെ കേട്ടിട്ടുണ്ടാവും. സോ നല്ല വണ്ണമുള്ളൊരു മനുഷ്യൻ വന്ന് നിൽക്കുന്ന സമയത്ത് ഇത് എൻ്റെ നജീബല്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നിയത്. ഞാൻ വായിച്ചേക്കുന്നതും ഞാൻ അനുഭവിച്ചേക്കുന്നതുമായിട്ടുള്ള നജീബല്ല എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി കണ്ടു. എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ബേസിക്കലി ഞാൻ ഈ പടത്തിനെ കുറിച്ച് ഒരു ആവറേജ് ആയിട്ട് പറയാമെന്നുള്ളൊരു കാര്യം പ്രതീക്ഷിച്ചിട്ടായിരുന്നു പോയിരുന്നത്. സെക്കൻഡ് ഹാഫിലോട്ട് കിടക്കുന്ന സമയത്ത് ഈ പടത്തിൻ്റെ ഒരു ട്രാക്ക് മാറ്റമുണ്ട്. ഞാൻ നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരാം. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഈ ചാനലിൽ റിവ്യൂ കാണാൻ നിൽക്കണ്ടാവും. ഞാൻ എഴുതി ഒപ്പിട്ട് തന്നു. പൃഥ്വിരാജിൻ്റെ ഒരു ട്രാൻസിഷൻ കാണിക്കുന്ന ഒരു സീനുണ്ട് ഈ സിനിമയ്ക്കകത്ത്. ഞാൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച എന്താ ഞാൻ ചെയ്ത എൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു എന്നുള്ളത് എനിക്കിപ്പോൾ ഓർമ്മ കിട്ടാറില്ല. കാരണം സഡൻ ഇമ്പൾസ് ആയിരുന്നു. നമ്മൾ പറയില്ലേ, പെട്ടെന്നുള്ള ഒരു റൈസായിരുന്നു എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇമോഷൻ. പിന്നീട് അവിടെ നിന്ന് ഞാൻ അങ്ങടേക്ക് കരഞ്ഞതിനും എൻ്റെ എക്സ്പ്രഷനും കൈയും കണക്കുണ്ടായിട്ടില്ല. കാരണം എന്ത് മനോഹരമായ ഒരു മാസ്റ്റർ പീസ് ആണ് ഈ സിനിമ. ബ്ലെസ്സി പറഞ്ഞേക്കുന്ന ആ ഒരു കാര്യം, ബെന്യാമിൻ പറഞ്ഞേക്കുന്ന ആ ഒരു കാര്യം തെറ്റാന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഐ റിപ്പീറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന് പറയുന്ന ആ ഒരു കാര്യം തെറ്റാണെന്ന് ആടുജീവിതം എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്ക് കാണിച്ചു തരും. കാരണം ഇതൊരു കെട്ടുകഥയല്ല. തിയേറ്ററിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു അനുഭവം ഫീൽ ചെയ്തിരിക്കും. ഞാൻ പറയുന്നത് ഫസ്റ്റ് ഹാഫ് അല്ല കേട്ടോ, സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫിനകത്തുള്ള പൃഥ്വിരാജ് ഒരു അഭിനയിക്കാൻ വേണ്ടി അഭിനയിച്ചേക്കുന്ന പോലെ എനിക്ക് ചില ഭാഗങ്ങളൊക്കെ ഫീൽ ചെയ്തായിരുന്നു. കാരണം പൃഥ്വിരാജിനെ തന്നെയായിരുന്നു എനിക്ക് കാണാൻ പറ്റിയായിരുന്നത്. സെക്കൻഡ് ഹാഫിലോട്ട് എത്തുന്ന സമയത്ത് ഈ പൃഥ്വിരാജിനെ ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഞാൻ കണ്ടത് മറ്റേ നജീബാണെന്ന് എനിക്കറിയില്ല, അങ്ങനെ അനുഭവിച്ചേക്കുന്ന ഇൻറ്റൻസിറ്റി എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സിനിമയിലോട്ട് അദ്ദേഹം കൊടുത്തേക്കുന്ന കമ്മിറ്റ്മെൻറ്റ്, പ്രേക്ഷകൻ എന്നുള്ള രീതിക്ക് ഞാൻ പറയണു, അദ്ദേഹം അനുഭവിച്ചേക്കുന്ന വേദന എനിക്ക് ഇവിടെ അനുഭവിക്കാനായിട്ട് സാധിച്ചു. ഞാൻ അത്ര എക്സ്പ്രസീവായിട്ടുള്ള വലിയ അഭിനേതാവായിട്ടുള്ള വലിയ ആളൊന്നല്ല. പക്ഷേ പ്രേക്ഷകൻ എന്നുള്ള രീതിക്ക് ഞാനും എൻ്റെ തൊട്ടടുത്തിരുന്നായിരുന്ന ആൾക്കാരൊക്കെയും അവർ ഓരോ ഇമോഷനും അവർ എൻജോയ് ചെയ്യുന്നത് കാണുന്ന സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മളിവിടെ ബാറ്റ്മാൻ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ക്രിസ്ത്യൻ ബെയിലിനെ കുറിച്ചൊക്കെ, ബോഡി ട്രാൻസ്ഫോർമേഷനെ കുറിച്ചൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പറയുന്നുണ്ടല്ലേ. തൊട്ടപ്പുറത്തെ സ്റ്റേറ്റിലുള്ള വിക്രത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ പറയും ക്രിസ്ത്യൻ ബെയിൽ വലിയ സംഭവമാണ്, പൃഥ്വിരാജ് ഒരു മണ്ണാങ്കട്ടയല്ല എന്ന് പറയുന്നവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ പടം ഒന്ന് പോയി കാണുക. പടം ഒന്ന് പോയി കണ്ടിട്ട് പറ. ഞാൻ വെറുതെ വിലയിരുത്തുന്നതല്ല, ഞാൻ അങ്ങനെ വെറുതെ വിലയിരുത്തുന്ന ഒരാളല്ല. ഞാൻ ബേസിക്കലി ഒരു പൃഥ്വിരാജിൻ്റെ അഭിനയത്തോട് അയ്യോ എന്ത് അഭിനയമാണ് എന്ന് പറഞ്ഞിട്ട് കിളി പാടി നിൽക്കുന്ന ഒരു ഹാർഡ് കോർ ഫാനൊന്നല്ല ഞാൻ. എനിക്ക് അദ്ദേഹത്തിൻ്റെ ബിസിനസ് പരമായിട്ടുള്ള രീതിയിൽ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വളർച്ച ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. ഇന്ന് ഒരുപാട് ഇൻഡസ്ട്രിയിൽ പണ്ടൊക്കെ പ്രഡിക്റ്റ് ചെയ്തേക്കുന്ന പോലെ അദ്ദേഹം ഇന്ന് ആയി മാറിയിട്ടുണ്ട്. പക്ഷേ അഭിനയത്തോട് എനിക്ക് ഇത്ര വലിയ അസൂയൊന്നും തോന്നിയിട്ടില്ല. 1-2 സിനിമകൾ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ രവി തരകൻ എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പക്ഷേ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിനകത്തുള്ള ഇദ്ദേഹത്തിൻ്റെ പെർഫോം എന്ന് പറയുന്നത് ഇതിൻ്റെ അപ്പുറത്തോട്ടൊരു മനുഷ്യന് കൊടുക്കാനായിട്ട് പറ്റില്ല. ഞാൻ പറയുന്നു, പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ എന്നല്ല ഞാൻ പറയുന്നത്, നല്ലൊരു നടനെ സംബന്ധിച്ചിടത്തോളം ഇതിനപ്പുറത്തോട്ട് കൊടുക്കുക എന്ന് പറയുന്നത്
ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് പോസിബിൾ. മനസ്സിലായോ? ഇനി പടത്തിൻ്റെ ടെക്നിക്കൽ സൈഡിലോട്ട് കിടക്കാം. കാരണം ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ സിനിമയോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതികേടാവും എനിക്ക് തോന്നാണ്. ഇനി പടത്തിൻ്റെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ, പടം തുടങ്ങുന്ന സമയത്ത് ഈ പടത്തിനകത്ത് ഒരു വലിയൊരു സൗണ്ട്, ഒരു സാൻഡ് സ്ട്രോമിൻ്റെ ഒരു സൗണ്ട് കാണിച്ചിട്ടാണ് പടം തുടങ്ങുന്നത്. ഭയങ്കര രസമാണ്. റസൂൽ പൂക്കിറ്റി ആയിരുന്നു ഇതിൻ്റെ സൗണ്ട് മിക്സിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പുള്ളി പിന്നെ അറിയാമല്ലോ, അക്രമാണ്. പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂക്കകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ഓരോ മണൽത്തരിക്കും ഓരോ സൗണ്ട് ഉണ്ട് എന്ന് പറയുന്ന പോലെ അതിങ്ങനെ കൃത്യമായിട്ട് എടുത്ത് കാണിക്കുന്ന ആ ഒരു സെപ്പറേഷൻ പോലും നമുക്ക് ആക്ച്വലി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത്രയും ഗംഭീരമായിട്ടൊരു തുടക്കം തന്ന് അവിടെ നിന്ന് നജീബ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു അറിയാലോ, കഥ ഞാൻ കൂടുതൽ പറയുന്നില്ല. അദ്ദേഹം റിയാദിൽ ചെന്നതിന് ശേഷം ഉണ്ടാകുന്ന അവിടുത്തെ കാര്യങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത്. ആദ്യത്തെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സിനിമയിൽ AR റഹ്മാൻ്റെ മ്യൂസിക്കലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള മ്യൂസിക്കലാണെന്നൊന്നും എനിക്ക് ഫീൽ ചെയ്തായിരുന്നില്ല. പക്ഷേ എക്സെപ്റ്റ് ഒരു സാധനം ഉണ്ട് ഇതിനകത്ത്, ഹോപ്പ് സോങ് എന്ന് പറഞ്ഞിട്ട്, ഹോപ്പ് സോങ് ആണെന്ന് എനിക്ക് തോന്നണം ഇതിൻ്റെ മെയിൻ തീം സോങ് ആയിട്ടൊരു സാധനം ഉണ്ട്. അത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ നാഷണൽ സ്റ്റഫ്, ഇറ്റ്സ് ആൻ ഇൻ്റർനാഷണൽ സ്റ്റഫ്. ആ സോങ് നിങ്ങൾ എങ്ങനത്തെ പടത്തിൽ കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും ആ സോങ് കിടുക്കനായിരിക്കും. അത് ഏത് ഇൻഡസ്ട്രി കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും. കാരണം ആ പടം നമുക്ക് തരുന്ന ഒരു എന്താ പറയുക, ഒരു ഇമോഷൻ ഉണ്ട്, ഒരു പ്രതീക്ഷയുടെ ഒരു ഇമോഷൻ, ഒരാളുടെ വിഷമം, ഇതിൽ നിന്ന് അയാൾ കരകയറുന്ന ഒരു ഇമോഷൻ കാണിക്കുന്ന ഒരു തീം സോങ്. ബാക്കിയെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം പെരിയോനെ എന്ന് പറയുന്ന സോങ് ഒഴികെ ബാക്കിയെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് ആയിരുന്നു. അത്ര ഞാൻ പറയുള്ളൂ. ഇപ്പോൾ AR റഹ്മാൻ ആയതുകൊണ്ട് ഭയങ്കര സംഭവമാണ് എന്നൊന്നും ഞാൻ വെറുതെ ബൂസ്റ്റ് ചെയ്ത് പറയണില്ല. പക്ഷേ ബാക്കിയെല്ലാം എനിക്കൊരു ആവറേജ് ആയിരുന്നു. പക്ഷേ ഈ സോങ് മാത്രം ധാരാളമാണ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇത് ഈ സിനിമ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞു ഒരു ആവറേജ് ആയിട്ട് പോയി. സെക്കൻഡ് ഹാഫിലോട്ട് എത്തുന്ന സമയത്ത് പൃഥ്വിരാജിൻ്റെ കൂടെയുള്ള അഭിനേതാക്കളെ അടക്കം പറയാണ്ട് പറ്റില്ല. ഈ സിനിമയ്ക്കകത്തുള്ള പൃഥ്വിരാജിൻ്റെ കൂടെ നിൽക്കുന്ന, പൃഥ്വിരാജിനെ പോലെ തന്നെ ട്രാൻസ്ഫോം ആയിരിക്കുന്ന മറ്റു 2 കഥാപാത്രങ്ങളുണ്ട്. അവരുടെ പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് ഗംഭീരമാണ്. എനിക്ക് അവരെക്കുറിച്ചൊക്കെ പറയാനാണെന്നുണ്ടെങ്കിൽ അത് 1 മണിക്കൂറിൻ്റെ റിവ്യൂ ആയിട്ട് വേണമെങ്കിൽ ഞാൻ ചെയ്യാം. കാരണം ഞാൻ അത്രേ പറയുന്നുള്ളൂ, അവർ ട്രൂലി ഡെഡിക്കേറ്റഡ് ആണ്. പൃഥ്വിരാജിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെന്നൊക്കെ പറയുന്നത് ആ ഒരു പയ്യൻ ചെയ്തേക്കുന്ന ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് അവൻ്റെ അവസാന സമയത്തൊക്കെയുള്ള അവൻ്റെ മരുഭൂമിയിൽ വെച്ചുള്ള പെർഫോമൻസ് ഒക്കെ ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ പൃഥ്വിരാജ് മാറി നിൽക്കും. പൃഥ്വിരാജ് അവൻ്റെ മുന്നിൽ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആണ് അവൻ കാഴ്ചവെച്ചേക്കുന്നത്. അപ്പോൾ അവനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയണില്ല. അടിപൊളിയായിട്ടുണ്ട്. യു ഡിസേർവ് മൈ റെസ്പെക്ട്. പൃഥ്വിരാജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിലോട്ട് എത്തുന്ന സമയത്ത് ഇങ്ങനെ ഡ്രസ്സ് ഊരിയിട്ട് ഒരു സീൻ കാണിക്കുന്നുണ്ട്. അറിയാലോ, ബ്ലസ്സി പടാണ്. തന്മാത്രയിൽ എന്താണോ ലാലേട്ടനെ കൊണ്ട് ചെയ്യിപ്പിച്ചേക്കുന്നത് അതുപോലത്തെ ഒരു സീൻ ഈ സിനിമയ്ക്കകത്ത് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ ഒരു സീൻ കാണിക്കുന്ന സമയത്ത് തിയേറ്റർ അതുവരെ ഒരു ക്ലാസിക് പടം എന്നുള്ള രീതിക്ക് കൈയടിക്കാതിരുന്നായിരുന്ന ബ്ലസ്സി എന്ന് പറയുന്ന ടൈറ്റിൽ നെയിം കാണിക്കുന്ന സമയത്ത്, പൃഥ്വിരാജിൻ്റെ പേര് കാണിക്കുന്ന സമയത്ത് മാത്രം കയ്യടി ഉണ്ടായിരുന്ന ഫസ്റ്റ് ഹാഫിൽ നിന്ന് സെക്കൻഡ് ഹാഫിലോട്ട് എത്തുന്ന സമയത്ത് കയ്യടിയുടെ എക്സ്ട്രീം ആയിരുന്നു ആ ഒരു സീൻ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ പൃഥ്വിരാജിന് ഇതുവരെ കാണാത്ത ഒരു രൂപത്തിൽ, അതല്ലെങ്കിൽ ഒരു അവതാര പിറവിയായിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിനെ കാണാനായിട്ട് പറ്റും. അത്രയും ഗംഭീരമാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു എലിവേഷൻ. അതാണ് അങ്ങേരുടെ ആ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഞെട്ടിത്തരിച്ചു പോയി ഗൈസ്. കാരണം ഞാൻ മെലിഞ്ഞു എന്ന് പറയുന്ന സമയത്തും ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ പോയി കാണണം. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഇവർ ഈ ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുന്ന സീനും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. മരുഭൂമിയിൽ വെച്ച് ഇവർക്ക് ഉണ്ടാകുന്ന പലതരം ഇമോഷൻസ്, അതൊക്കെ ഓരോന്ന് ഒപ്പിയെടുത്തേക്കുന്ന രീതികളെന്ന് പറയുന്നത് മാസ്റ്റർ പീസാണ്. ഒന്നും പറയാനായിട്ടില്ല. കൂടെ നിൽക്കുന്ന ആൾ വിട്ടുപോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരാളുടെ ഇമോഷനൊക്കെ കാണിക്കുന്ന രംഗം എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല അതെങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് കൺവേ ചെയ്യണം എന്നുള്ളത്. കാരണം അവരുടെ നിന്ന് 7 അയലത്ത് പോലും നിൽക്കാനായിട്ടുള്ളൊരു എന്താ പറയുക പെർഫോമൻസിനെ കുറിച്ച് പറയാനായിട്ടുള്ള യോഗ്യത പോലും എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാറില്ല. കാരണം അത്രയും ഗംഭീരമായിരുന്നു ഒരു പെർഫോമൻസ് പറയുന്നത്. ആൻഡ് കമ്മിങ് ഓൺ ടു സിനിമ എന്ന് പറയുന്നത് ഞാൻ എന്താ പറയുക, ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് കഥ വായിച്ചേക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇയാൾ എങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്ന്. മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുന്ന സീനൊക്കെ വായിച്ചേക്കുന്ന ആൾക്കാർക്ക് വലിയ സിനിമ പോയി കാണുന്ന സമയത്ത് ഒരു കുപ്പി ഇങ്ങനെ ഉരുണ്ടു പോകുന്ന ഒരു സീനുണ്ട്. ട്രാൻസിഷൻസിനെ കുറിച്ചാണ് എടുത്ത് പറയേണ്ടത്. കാരണം കുപ്പി ഉരുണ്ടു പോകുന്ന ഒരു സീനിനകത്ത് ഈ മരുഭൂമിയിൽ നിന്ന് നേരെ റോട്ടിലോട്ട് ഒരു കുപ്പി ഇങ്ങനെ ഉരുണ്ടു പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതിനകത്ത് ആൾക്കാർ കൈയടിക്കാൻ മാത്രം ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇങ്ങേരെ കൊണ്ട് മാത്രമേ പറ്റൂ. കാരണം അത്രയും തീവ്രത നിറച്ചേർന്നൊരു സീനിൽ നിന്ന് ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു സംഭവം കാണിക്കുന്ന തരത്തിലുള്ള ഒരു ട്രാൻസിഷൻ ആയിരുന്നു ശരിക്കും ഒരു കുപ്പി വെച്ചുകൊണ്ട് അങ്ങനെ കാണിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഷോട്ടുകളാണെങ്കിലും, പ്രത്യേകിച്ച് സാൻഡ് സ്ട്രോമിൻ്റെ ആണെങ്കിലും, അതുപോലെ തന്നെ പാമ്പ്, ആ ഒരു മരുഭൂമിയിലുള്ള പാമ്പിൻ്റെ സീനൊക്കെ ആണെങ്കിലും ഓരോന്ന് ഒപ്പിയെടുത്തേക്കുന്ന രീതി കാണണം. സൺസെറ്റിനെ പോലും എടുത്തിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്തേക്കണം കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എഴുന്നേറ്റ് നിന്ന് തൊഴുതു പോകും. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ഈ ഒരു റിവ്യൂ പറയുന്നത്. പക്ഷേ ഇത് ഇരുന്നിട്ടല്ല ചെയ്യേണ്ടത്. സത്യത്തിൽ ഞാൻ നിന്നിട്ടാണ് ഈ റിവ്യൂ, എഴുന്നേറ്റ് നിന്നിട്ടാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. കാരണം ദിസ് ടീം ഡിസേർവ് സച്ച് എ ബിഗ് റെസ്പെക്ട്. 100 കോടി അടിക്കോ, 150 കോടി അടിക്കോ, 200 കോടി അടിക്കോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയാമല്ലോ, എൻ്റെ ലൈഫിൽ ഞാൻ ഈ പടം കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ മിസ് ചെയ്യുന്നത് ഒരു മാസ്റ്റർ പീസാണ്.
നമ്മൾ ഡ്യൂണിനെ കുറിച്ച് പറയുന്ന സമയത്തും മറ്റൊരുപാട് ഹോളിവുഡ് സിനിമകളെ കുറിച്ച് പറയുന്ന സമയത്തും ഇന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായുള്ളൊരു മാസ്റ്റർ പീസ് ഉണ്ട്. ദാറ്റ്സ് ആടുജീവിതം. ഇതൊരു ടിപ്പിക്കൽ മാസ് പടമല്ല. നിങ്ങൾക്കറിയാം, ഒരു മനുഷ്യൻ്റെ ജീവിതമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതം കാണിക്കേണ്ട തരത്തിൽ എല്ലാവിധ ഇൻപുട്ടുകളും, ഐ മീൻ സൗണ്ട് മിക്സിംഗ് ആയിക്കോട്ടെ, BGMs ആയിക്കോട്ടെ, പെർഫോമൻസ് ആയിക്കോട്ടെ, സീൻസുകളായിക്കോട്ടെ, കൊറിയോഗ്രാഫി ആയിക്കോട്ടെ, എല്ലാം പ്രത്യേകിച്ച് പെർഫോമൻസ് അത് ഒപ്പിയെടുത്തേക്കുന്ന ബ്ലെസ്സിയുടെ ഒരു ബ്രെയിൻ. അതിന് പറയാൻ വാക്കുകളില്ല. ഫോർ മീ ഐ വിൽ ഗീവ് 9.5 ഔട്ട് ഓഫ് 10 ജസ്റ്റ് ബിക്കോസ് ആ ഒരു 0.5 ഞാൻ കുറച്ചതിൻ്റെ കാരണം ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് എനിക്ക് ഒരു ആവറേജ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് അതുകൊണ്ട് മാത്രം. കാരണം ആ ഒരു കഥ പറഞ്ഞു പോകുന്നതിൻ്റെ പേസാണ്. ചിലപ്പോൾ ആ പേസിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം അതവിടെ അങ്ങനെ അനിവാര്യമായിരിക്കാം. പക്ഷേ ഈച്ച് ആൻഡ് എവറി പെർഫോമൻസ്, ഐ മീൻ ഇൻക്ലൂഡിങ് അമല പോളിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും എല്ലാവരുടെയും ഒക്കെ രസമായിരുന്നു. അവരുടെ വിഷ്വലി അവരുടെ ആ ഒരു റൊമാൻറ്റിക് സീനൊക്കെ ഒപ്പിയെടുത്തേക്കുന്ന രീതി എന്ന് പറയുന്നത് ഗംഭീരമായിരുന്നു. ബട്ട് സ്റ്റിൽ ദാറ്റ് വാസ് ജസ്റ്റ് ആൻ ആവറേജ് ഫോർ മീ. അപ്പോൾ സെക്കൻഡ് ഹാഫിനെ കുറിച്ച് ഞാൻ ഇത്രയും പറയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഇല്ലാണ്ട് ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ? അത്രയും അതിഗംഭീരമായിരുന്നു ഈ പടം. ജസ്റ്റ് ഗോ ആൻഡ് വാച്ച്. ഞാൻ സജസ്റ്റ് ചെയ്യും ഈ പടം നിങ്ങൾ പോയി കാണണമെന്ന് ഞാൻ പറയും. നിങ്ങളുടെ ടേസ്റ്റിന് പറ്റിയ പടമാണെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ടേസ്റ്റിന് ഞാൻ ബേസിക്കലി ഒരു മാസ് പടത്തിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. എന്ന് വെച്ചാൽ എല്ലാ പടങ്ങളും ഞാൻ കാണാറുണ്ട്. അങ്ങനെ ആ ഒരു ടേസ്റ്റുള്ള ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോയി കാണാം. ഇതിനകത്ത് ഒരുപാട് ലാഗ് സീനുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതം പറയുന്ന സംഭവമാണ്. വെറുതെ ആവശ്യമില്ലാതെ ഇപ്പോൾ ഒരു ചിരഞ്ജീവിയാണ് ഈ പടം റൈറ്റ്സ് എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചിലപ്പോൾ കുറേ മാസം കുത്തിക്കയറ്റായിരിക്കും. മറ്റേ സല്ലുബായനെ വേണമെങ്കിൽ കൂടെ വിളിക്കുകയും ചെയ്യായിരിക്കും. പക്ഷേ അതല്ലല്ലോ നമ്മുടെ മലയാള സിനിമ എന്ന് പറയുന്നത്. ഇറ്റ്സ് ജസ്റ്റ് എ പ്യുവർ ക്ലാസിക്, ഇറ്റ്സ് ജസ്റ്റ് എ മാസ്റ്റർ പീസ്. ആൻഡ് പൃഥ്വിരാജ്, യു ഡിസേർവ് മൈ റെസ്പെക്ട് ബ്രോ. നിങ്ങൾ എൻ്റെ റെസ്പെക്ട് നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ പടം കണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ വെറുക്കാമെന്ന് വിചാരിച്ച് പോകുന്ന ആൾക്കാർക്ക് പോലും നിങ്ങൾ കൊടുക്കുന്ന തിരിച്ചടി എന്ന് പറയുന്നത് അത്രയും ഗംഭീരമാണ്. കാരണം അത്രയും ബെസ്റ്റ് പെർഫോമൻസ് കൊണ്ട് നിങ്ങൾ ദി സ്റ്റാർ അല്ല, നിങ്ങൾ നല്ലൊരു പെർഫോമറാണ്, നിങ്ങൾ നല്ലൊരു ഹാർഡ് വർക്കറാണെന്നുള്ളൊരു കാര്യം വീണ്ടും തെളിയിച്ചേക്കാണ്. ആൻഡ് ഐ പേഴ്സണലി ലവ് ദിസ് മൂവി. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. വീഡിയോ കുറച്ച് നീണ്ടു പോയി എന്നറിയാം, എന്നാലും കുഴപ്പമില്ല. താല്പര്യമുള്ളവരെ നിങ്ങൾ കാണാം, അത്ര എനിക്ക് പറയാൻ പറ്റും. കാരണം ഇതെൻ്റെ ഇമോഷനാണ്. ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സിനിമയോട് ചെയ്യുന്ന നീതികേടായി പോകും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ആസ് എ മൂവി റിവ്യൂവർ. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബിറ്റ് ഓൺ ആൾസോ പാസ് സൈനിങ് ഔട്ട്. ബൈ.